നമസ്കാരം, തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ സർക്കാർ സംഘപരിവാർ അനുകൂല നിലപാട് തുടർന്നാൽ ബഹുജന പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിത് താനൂർ കൊടിഞ്ഞി ഫൈസലിന്റെ മാതാപിതാക്കളെ കൊടിഞ്ഞി ഫാറൂഖ് നഗറിലെ വസതിയിലെത്തി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫൈസൽ കേസ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നതിലൂടെ ക്രൂരമായ നീതിനിഷേധമാണ് കേരള സർക്കാർ നടത്തുന്നത്. സംഘപരിവാർ ക്രിമിനലുകൾക്ക് സംരക്ഷണമൊരുക്കുന്ന പ്രവൃത്തിയാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചു പോരുന്നത്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും നീതി നിഷേധം തുടരുന്ന സാഹചര്യത്തിൽ ബഹുജന പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്നും ബാസിത് താനൂർ പറഞ്ഞു. വർഷങ്ങളോളമായി ഷഹീദ് ഫൈസൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സർക്കാരിൻ്റെ നിലപാട്, സർക്കാരിൻ്റെ നടപടികൾ വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കുറ്റകരമായ അനാസ്ഥയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഘട്ടത്തിലും അതിനുശേഷമുള്ള നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോടതി നടപടിക്രമങ്ങളിലുമെല്ലാം പരമാവധി സമയം വൈകിപ്പിക്കുന്ന രീതിയിൽ ആണ് ഓരോ സന്ദർഭങ്ങളിലും ഇതിലുള്ള സർക്കാരിൻ്റെ നിലപാട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, സംഘപരിവാറിനെ സഹായിക്കുന്ന രീതിയിൽ, ഇവിടുത്തെ ഹിന്ദുത്വ ഫാസിസത്തെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. ഇങ്ങനെ കൊലയാളികളായ സംഘപരിവാർ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അനുഗുണമാകുന്ന രീതിയിൽ കേസ് വൈകിപ്പിക്കുന്ന, അതുപോലെ തന്നെ ട്രയൽ നടപടികൾ വൈകിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമുക്കറിയാം, മൂന്നാമത്തെ പ്രോസിക്യൂട്ടറാണ് നിലവിൽ വരുന്നത്. ഇങ്ങനെ ഇതിൻ്റെ നടപടിക്രമങ്ങളിൽ സ്ഥിരതയില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന, കാലങ്ങളോളമായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഈ നിലപാട് അവസാനിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കുറ്റവാളികൾക്ക്, ഫൈസൽ വധക്കേസിലെ മുഴുവൻ പ്രതികൾക്കും അതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ ഈ കേസ് വൈകിപ്പിക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് അറിയിക്കാനുള്ളത്. ഇല്ലെങ്കിൽ സംഘപരിവാറിനെ സഹായിക്കുന്ന എന്തെങ്കിലും നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് സംഘപരിവാർ വിരുദ്ധമായിട്ടുള്ള ഒരു സമരത്തിന്, വലിയൊരു സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്ന് പറയാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കാം. സംഘപരിവാർ പ്രവർത്തകർ പ്രതികളായി വരുന്ന എല്ലാ കേസുകളിലും ഇത്തരം നിലപാടുകൾ സർക്കാർ ആവർത്തിക്കുകയാണ്. ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിലൂടെയുള്ള നീതി നിഷേധത്തിനെതിരെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാതിരുന്നതിനെ തുടർന്ന് ജൂൺ 27-ന് കേസ് പരിഗണിച്ച കോടതി കേസ് വീണ്ടും മാറ്റിവെച്ചിരുന്നു. കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് ഫൈസലിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് പി കുമാരൻകുട്ടിയെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഓഗസ്റ്റ് 23-ലേക്കാണ് കേസ് വീണ്ടും മാറ്റിയത്. സന്ദർശനത്തിൽ ഫ്രറ്റേണിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് VTS ഉമ്മർ തങ്ങൾ, കെ ഹസൻ കൊളത്തൂർ, ആലങ്കീർ VK എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.